Hello friends, welcome to my channel. Today we are going to discuss lyric. The English lyric comes from the Greek word lyra. Lyric is linked with the Greek word mele, which means air or melody. അതായത് the word lyric derived from a Greek word lyra. lyra എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള ലിറിക് ഒറിജിൻ ചെയ്യുന്നത്. അതേപോലെ ലിറിക് ഈസ് ലിങ്ക്ഡ് വിത്ത് ഗ്രീക്ക് വേർഡ് മെലെ എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു വാക്കാണ് ലിറിക്. മെലെ മീൻസ് എയർ ഓർ മെലഡി. Lyric is a short poem that is susceptible of being sung to the accompaniment of a musical instrument. അപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ ലിറിക് ഇസ് എ ഷോർട്ട് പോയം. ലിറിക് ഒരു ചെറിയ കവിതകളാണ് ദാറ്റ് ഈസ് സങ് വിത്ത് ദ അക്കംപനിമെൻറ്റ് ഓഫ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അത്തരം പാട്ടുകൾ പാടുന്നത് ഒരു മ്യൂസിക്കൽ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പാടുന്ന ചെറിയ കവിതകളെ അല്ലെങ്കിൽ ചെറിയ പാട്ടുകളെയാണ് ലിറിക് എന്ന് പറയുന്നത്. The origin of a lyric poem is in ancient Greece. It usually combined with a musical instrument called lyre. അപ്പോൾ ഈ ഒരു ലിറിക് കവിതകൾ ലിറിക് പോയംസ് ആദ്യമായിട്ട് ഒറിജിൻ ചെയ്യുന്നത് ആൻഷ്യൻ ഗ്രീസിലാണ്. ആൻഷ്യൻ ഗ്രീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മ്യൂസിക്കൽ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പാടിയിരുന്ന പാട്ടുകൾ, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിയുള്ള പാട്ടുകളായിരുന്നു ലിറിക് പോയംസ്, അതായത് ആൻഷ്യൻ ഗ്രീസിൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദാറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇസ് കോൾഡ് ലയർ. ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ലയർ. അതായത് ലയർ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പാടിയിരുന്ന ചെറിയ കവിതകളായിരുന്നു ലിറിക് എന്നാണ് ആൻഷ്യൻ ഗ്രീസിൽ. അതിൻ്റെ ഒറിജിൻ അങ്ങനെയായിരുന്നു എന്നാണ്. ഇറ്റ് എക്സ്പ്രസ്സസ് ആൻ ഇൻറ്റൻസ് പേഴ്സണൽ ഇമോഷൻ ഇൻ എ മാനർ സജസ്റ്റീവ് ഓഫ് എ സോങ്. അപ്പോൾ ത്രൂ ലിറിക് എ സ്പീക്കർ എക്സ്പ്രസ്സസ് ഹിസ് ഇൻറ്റൻസ് പേഴ്സണൽ ഇമോഷൻ. അപ്പോൾ ഈ ഒരു ലിറിക് പോയത്തിലൂടെ ഒരു സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷനാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സ്പീക്കർ ഷെയർ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ലിറിക് പോയം എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സബ്ജക്റ്റീവ് പോയംസ് ആയിരിക്കും. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇമോഷൻ ഷെയർ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി സബ്ജക്റ്റീവായിട്ടുള്ള വിഷയങ്ങളായിരിക്കും എന്നുള്ളതാണ്. In British literature, romantic period is often considered to be the golden period of lyric poetry. Burns, Wordsworth, P.B. Shelley, Keats, etc. അപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ റൊമാൻറ്റിക് പീരിയഡ് ഈസ് ഓഫൺ കൺസിഡർഡ് ദ ഗോൾഡൻ പീരിയഡ് ഓഫ് ലിറിക് പോയട്രി എന്നാണ്. അതായത് ലിറിക് പോയട്രീൻ്റെ ഒരു ഗോൾഡൻ പീരിയഡ് എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടം റൊമാൻറ്റിക് പീരിയഡാണ്. ആ ഒരു സമയത്ത് റൊമാൻറ്റിക് റൈറ്റേഴ്സ് ആയിട്ടുള്ള ബേൺസ്, വേർഡ്സ്വർത്ത്, P.B. ഷെല്ലി, കീറ്റ്സ് പോലുള്ള ആളുകൾ ഇത്തരം ഒരു ഫൈൻ ലിറിക് പോയട്രി എഴുതിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ജോൺ കീറ്റ്സിൻ്റെയും P.B. ഷെല്ലിൻ്റെയും വേർഡ്സ്വർത്തിൻ്റെയും ബേൺസിൻ്റെയൊക്കെ കവിതകൾ എപ്പോഴും ലിറിക് പോയത്തിൻ്റെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള കവിതകളായിരുന്നു ഈ പറയപ്പെട്ട എഴുത്തുകാരുടേത് എന്നാണ്. 19th century poets who wrote fine poetry are like Tennyson, Browning, Arnold, etc. പിന്നീട് 19ാം നൂറ്റാണ്ടുകളിൽ മറ്റു പ്രധാനപ്പെട്ട എഴുത്തുകാരും ഈ ഒരു ലിറിക് പോയട്രി ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ടെന്നിസൺ പോലുള്ള അല്ലെങ്കിൽ റോബർട്ട് ബ്രൗണിങ്, മാത്യു ആർണോൾഡ് പോലുള്ള ആളുകൾ ഈ ഒരു ലിറിക് പോയട്രി എഴുതിയിട്ടുള്ള ആളുകളാണ്. Sonnet, ode, dramatic monologue, elegy, these are belonging in the category of lyric. അപ്പോൾ these are considered the sub category of lyric. ലിറിക്കിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ് സോണറ്റ്. അതേപോലെ ഓഡ്, ഡ്രമാറ്റിക് മോണലോഗ്, എലിജി തുടങ്ങിയവയൊക്കെ ലിറിക് കാറ്റഗറിയിൽ വരുന്ന കവിതകളാണ്. ഇൻ എ ലിറിക് എ സിംഗിൾ സ്പീക്കർ ഈസ് എക്സ്പ്രസിങ് ഹിസ് ഇമോഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ലിറിക് പോയം എന്ന് പറയുന്നത് എപ്പോഴും എ സ്പീക്കർ എക്സ്പ്രസ്സസ് ഹിസ് ഇൻറ്റൻസ് പേഴ്സണൽ ഫീലിങ്സ് അല്ലേ. നമ്മൾ ഒരു പേഴ്സണൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലിറിക് കവിതകളിൽ ലിറിക് പോയംസിൽ എപ്പോഴും ഒരു സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു സ്പീക്കർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസൊക്കെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻ ഷോർട്ട്, ലിറിക് പോയം
lyric poem is a short poem that is sung with the help of a musical instrument. ഇതാണ് അതിൻ്റെ ഒറിജിൻ. അതായത് മ്യൂസിക്കൽ ലയർ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ പാടുന്ന ചെറിയ കവിതകളായിരുന്നു ആൻഷ്യൻ ഗ്രീസിലുണ്ടായിരുന്നത്. പിന്നീടുള്ള എഴുത്തുകാർ അതിനെ കുറച്ചും കൂടി സബ്ജക്റ്റീവായിട്ട് കാണുകയും ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള കവിതകളായിട്ട് അതിനെ മോഡിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റൊമാൻറ്റിക് പീരിയഡിലും 19th സെഞ്ച്വറിയിലും ഒക്കെ ഉള്ള എഴുത്തുകാർ. ഓക്കെ, സോ hope you understand. Thank you.